കുട്ടികളുടെ പിടിവാശി എങ്ങനെ മാനേജ് ചെയ്യണമെന്നത് മാതാപിതാക്കളിൽ പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകും. ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ പറയുന്നത്. കൊച്ചി ലേക്ഷർ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ നവീൻ ആൻഡോ വരികയാണ് ഇതൊക്കെ നമ്മോട് പറയാനായി. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore. നമ്മൾ കുഞ്ഞ് പിള്ളേർ അത് അവരൊരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അത് കിട്ടിയില്ലെങ്കിൽ അത് അവർ പെട്ടെന്ന് കരയും അല്ലെങ്കിൽ ദേഷ്യപ്പെടും അങ്ങനെ ചെയ്യും. അതിപ്പോൾ അത് 2 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ പറയും ടെറിബിൾ 2 എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ടെമ്പർ ടാൻട്രംസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കിട്ടിയില്ലെങ്കിൽ അവരവിടെ അത് നമ്മളെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടേ അവർ അടങ്ങുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുമ്പോൾ എനിക്ക് ആ മിഠായി വേണം, എനിക്ക് ഐസ്ക്രീം വേണം, ഞാൻ കടയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ എനിക്ക് ആ ബർഗർ വേണം. അപ്പോൾ ചിലപ്പോൾ അവിടെ ആ സ്ട്രീറ്റിൽ തല കുത്തി നിൽക്കും. ഇനി എന്ത് ചെയ്താലും അവൾക്കത് മേടിച്ചു കൊടുക്കണ്ട. അവൾ ഉരുണ്ടോട്ടെ മറിഞ്ഞോട്ടെ, ആൾക്കാർ എന്ത് വിചാരിച്ചോട്ടെ. അങ്ങനെ ആൾ ചിലപ്പോൾ ഒരാഴ്ച ചെയ്യുമായിരിക്കും. അത്രയും നാളെ നമ്മൾ ഫേമായി കഴിഞ്ഞാൽ ഇതാവും. ഇപ്പോൾ നാളെ ഈ മിഠായി ആയിരിക്കില്ല, നാളെ മൊബൈലോ ബൈക്കോ. ആ സമയത്ത് അവൻ അല്ലെങ്കിൽ അവൾക്ക് അത് നോ കേട്ട് അവർക്ക് അത് പരിചയമുണ്ട്. അപ്പം നോ ഇസ് എ നോ. അപ്പോൾ അത് അവനായിട്ട് വേണമെങ്കിൽ നമുക്ക് റീസൺ ഔട്ട് ചെയ്യാം, നിനക്കിത് എന്തിനാണ് വേണ്ടത്, ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബിഹേവിയർ ഏർലി ഏജിൽ തുടങ്ങുന്നതാണ് നല്ലത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS Lakeshore.